ഇതാണ് സൗത്ത് ആഫ്രിക്കൻ കാടുകളിലുള്ള ചാക്മ ബപ്പൂണുകൾ. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ കുരങ്ങു വർഗത്തിൻ്റെ പിൻതലമുറക്കാരാണിവർ. ലോകത്തിലാകെ 6 തരം ബബൂണുകളാണുള്ളത്. അതിൽ ഏറ്റവും വലിപ്പമുള്ളവയാണ് ഇത്. ആൺവർഗത്തിൽപ്പെടുന്ന ഒരു ചാക്മ ബബൂണിൻ്റെ ശരീര നീളം എന്ന് പറയുന്നത് 4 അടിയോളമാണ്. ഇവയുടെ ശരീരഭാരം എന്നത് ഏകദേശം 20 മുതൽ 35 കിലോ വരെ ഉണ്ടാവും. എന്നാൽ പെൺവർഗത്തിനാവട്ടെ ഇതിൻ്റെ പകുതിയോളമേ ശരീരഭാരം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണ കുരങ്ങന്മാരിൽ നിന്ന് വ്യത്യസ്തരായി ഇവർ കൂടുതൽ സമയവും തറയിൽ ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. 100ഓളം ബബൂണുകളുള്ള കൂട്ടങ്ങളായി ജീവിക്കുന്ന ഇവർ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടിയാണ് ഇവ മരംകൊമ്പുകളിലും ഉയർന്ന പാറക്കെട്ടുകളിലും അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സംഘത്തലവനായ ആൺ ബബൂൺ സംഘാംഗങ്ങളുടെ സുരക്ഷയോർത്ത് ശരിക്ക് ഉറങ്ങുക പോലുമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റു കൂട്ടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നതും അമ്മ നഷ്ടപ്പെട്ട് അനാഥരായി പോകുന്ന കുഞ്ഞു ബബൂണുകളെ എടുത്ത് സംരക്ഷിക്കുന്നത് ഈ കൂട്ടരുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ കൃഷിയിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന ബബൂണുകളെ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിലും പണ്ടുകാലത്ത് ബബൂണുകളെ പിടികൂടി വീടുകളിൽ വളർത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1880കളാണ് കാലഘട്ടം. നമ്മുടെ കഥയിലെ നായകൻ എന്നത് ജായ്ക്ക് എന്ന പേരുള്ള ചാക്മ ഇനത്തിൽപ്പെട്ട ബബൂണാണ്. ജായ്ക്കിലേക്ക് എത്തുന്ന മുമ്പ് നമുക്ക് മറ്റൊരാളെ കൂടെ പരിചയപ്പെടണം. അതാണ് ജെയിംസ് വൈറ്റ്. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ മുതൽ പോർട്ട് എലിസബത്ത് വരെയുള്ള റെയിൽവേ സർവീസിലാണ് ട്രെയിൻ ഗാർഡായി ജോലി ചെയ്തിരുന്നത്. ജെയിംസ് ജംബർ വൈറ്റ് എന്ന വിളിപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് ഓടുന്ന ട്രെയിനുകളുടെ കാറുകൾക്കിടയിലുള്ള ചാട്ടമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് സമ്മാനിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാട്ടം ഒരിക്കൽ പിഴയ്ക്കുകയും ഇദ്ദേഹം റെയിൽപാളത്തിൽ വീണ് ട്രെയിനുകളാൽ ഇദ്ദേഹത്തിൻ്റെ ഇരുകാലുകളുടെയും മുട്ടിന് താഴോട്ടുള്ള ഭാഗം നഷ്ടപ്പെട്ടു. കാലുകൾ നഷ്ടപ്പെട്ടതിനാൽ ട്രെയിൻ ഗാർഡായി ഉണ്ടായിരുന്ന ജോലി നഷ്ടമായി. എങ്കിലും തോറ്റു പിന്മാറുവാൻ ജംബർ ജെയിംസ് തയ്യാറായിരുന്നില്ല. മരക്കാലുകളുടെ സഹായത്തോടുകൂടി റെയിൽവേയിൽ തന്നെ സിഗ്നൽ മാനായി ജോലിയിൽ പ്രവേശിച്ചു. കാലുകൾ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ആ ജോലിയും ശ്രമകരമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സമീപത്തുള്ള ചന്തയിലേക്ക് പോയ ജെയിംസ് ഒരു ബബൂൺ സാധനങ്ങൾ കയറ്റി ഒരു വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കാണുവാനിടയായി. ആ ബബൂണിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി നല്ലൊരു വില നൽകി ജെയിംസ് അതിനെ സ്വന്തമാക്കി. അങ്ങനെ അവനൊരു പേരും നൽകി, ജാക്ക്. ജാക്ക് എന്ന ബബൂണിനെ ജെയിംസ് വീട്ടുജോലികളും റെയിൽവേ സിഗ്നലിങ്ങും എല്ലാം പഠിപ്പിച്ചു. മൃഗങ്ങൾക്കിടയിൽ ബുദ്ധി സാമർഥ്യത്തിൽ മുമ്പരാണ് ബബൂണുകൾ. അതിനാൽ ജാക്കിന് അതെല്ലാം പഠിച്ചെടുക്കുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. അധികം താമസിക്കാതെ റെയിൽവേ സ്റ്റേഷന് സമീപം ജെയിംസിനെ ജോലിക്ക് കൊണ്ടുപോകുന്ന ചുമതലയും ജാക്ക് ഏറ്റെടുത്തു. ഇതുകൂടാതെ റെയിൽവേയിലെ സിഗ്നലിംഗ് ജോലികൾ ജെയിംസിന്റെ മേൽനോട്ടത്തിൽ ജാക്ക് ചെയ്തു തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരിക്കലൊരു ട്രെയിൻ യാത്രക്കാരി നമ്മുടെ ജാക്ക് റെയിൽവേ സിഗ്നലിംഗിൽ വ്യാപൃതനായിരിക്കുന്നത് കാണുവാനിടയായി. കേവലം ഒരു കുരങ്ങ് റെയിൽവേ സിഗ്നലിംഗ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ആശങ്ക അറിയിച്ച് ഈ സ്ത്രീ റെയിൽവേ അതോറിറ്റിയിൽ പരാതിപ്പെട്ടു. പരാതിയിന്മേൽ ജെയിംസിനും ജാക്കിനുമെതിരെ റെയിൽവേ അതോറിറ്റി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥന്റെ രഹസ്യ നിർദ്ദേശപ്രകാരം പല ട്രെയിനുകളിൽ നിന്നും തെറ്റായിട്ടുള്ള സിഗ്നലുകൾ നൽകി ജാക്കിനെ പരീക്ഷിച്ചു. എങ്കിലും കൃത്യമായ സിഗ്നലുകൾ നൽകി ജാക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ അത്ഭുതപ്പെടുത്തി. ജാക്കിന്റെ കഴിവുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ തൃപ്തനായിരുന്നു. ഇതിന്റെ ഫലമായി 1881 സൗത്ത് ആഫ്രിക്കൻ റെയിൽവേ സർവീസിലെ സിഗ്നൽ മാനായി ജാക്ക് എന്ന ബബൂണിനെ ഔദ്യോഗികമായി നിയമിച്ചു. ജെയിംസ് എന്ന സിഗ്നൽമാനായ ഉടമസ്ഥനെ സഹായിക്കുക എന്നതായിരുന്നു ജാക്കിന്റെ ദൗത്യം. ജാക്ക് ചെയ്തിരുന്ന ജോലിക്കായി ദിവസേന സൗത്ത് ആഫ്രിക്കൻ റെയിൽവേ നൽകിയിരുന്നത് 20 സെന്റാണ്. കൂടാതെ ആഴ്ചയിൽ അരകുപ്പി ബിയറും. അങ്ങനെ 1881 മുതൽ 1890 വരെയുള്ള 9 വർഷക്കാലം സിഗ്നൽമാനായ നമ്മുടെ ജാക്ക് എന്ന ബബൂൺ ഒരു പിഴവുകൾ പോലും വരുത്താതെ തൻ്റെ ജോലി കൃത്യമായി നിറവേറ്റി. റെയിൽവേയിലെ 9 വർഷത്തെ സേവനത്തിന് ശേഷം 1890 TB പിടിപെട്ട് നമ്മുടെ ജാക്ക് ഇഹലോകവാസം വെടിഞ്ഞു. ചരിത്രത്തിൽ റെയിൽവേയിലെ സിഗ്നൽമാനായ ഒരേ ഒരു കുരങ്ങൻ എന്ന് ഖ്യാതി നേടി ജാക്ക് യാത്രയായെങ്കിലും സൗത്ത് ആഫ്രിക്കൻ റെയിൽവേക്ക് അവൻ നൽകിയ സേവനത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്നും അവന്റെ തലയോട്ടി സൗത്ത് ആഫ്രിക്കയിലെ ഗ്രഹാംസ് ടൗൺ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.